ഇവിടെ താമസം, ഭക്ഷണം, പഠനം എല്ലാം സൗജന്യമാണ്. പഞ്ചവാദ്യത്തിൽ തന്നെ 10 വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കലാമണ്ഡലത്തിൽ പോലും ഇല്ല. നമസ്കാരം. ഇത് ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഒരു ഹിസ്റ്ററി ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന സമയത്താണ് ഈ ക്ഷേത്ര കലാപീഠം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൽ ഇനാഗുറേഷൻ പണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ ഇത് നടക്കുന്നു എന്ന് അറിയുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസം, ഭക്ഷണം, പഠനം എല്ലാം സൗജന്യമാണ്. ജോയിൻ ചെയ്യുമ്പോൾ ഈ 3 വർഷത്തെ ഫീസായിട്ടൊരു 6000 രൂപ മാത്രം അത്രയും കണ്ട് അടച്ചാൽ മതി. ബാക്കിയെല്ലാം സകല കാര്യങ്ങളും സൗജന്യമാണ്. അതുമാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ വക ജോലിയും ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദേവസ്വം വക ജോലിയും ഒക്കെ ഓക്കെയാണ്. നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ കൊച്ചു പയ്യന്മാർക്ക്, നമ്മുടെ അനിയന്മാർക്കൊക്കെ ഒരുപാട് ഇങ്ങനെ വാസനയുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉതകുന്ന അല്ലെങ്കിൽ സഹായമാകുന്ന ഒരു സ്ഥാപനം കൂടിയായി മാറുകയാണ് കേരള ക്ഷേത്ര കലാപീഠം. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ മണ്ണാറശാല മനോജേട്ടനാണ്. ഹരിപ്പാടാണ് മണ്ണാറശാല അല്ലേ? മണ്ണാറശാല ബോൺ എങ്കിലും പണ്ട് തൊട്ടേ ആശാന്മാരെ ഹരിപ്പാട് മനോജ് എന്ന് വെച്ച് ഹരിപ്പാട് മനോജ്, മണ്ണാറശാല മണ്ണ. അപ്പോൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തകിലാണല്ലേ? തകിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുമുണ്ടല്ലേ? എഴുത്തുമുണ്ട്. അത്യാവശ്യം കവിതയൊക്കെ എഴുതും. തകിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പിന്നെ എന്താ പറയുക വാദ്യോപകരണം. അദ്ദേഹമാണ് ഇവിടെ തകിൽ പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ മ്യൂസിക്കുണ്ട്, പിന്നെ എന്തൊക്കെയാണ്, നാസരമുണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട്? ക്ഷേത്ര കലാപീഠത്തിൽ 3 വർഷത്തെ കോഴ്സ്. ഇതിൻ്റെ കൂടെ സംഗീതം, തകില്, നാദസ്വരം, പഞ്ചവാദ്യം, ഇങ്ങനെ ഇത്രയും വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. പഞ്ചവാദ്യത്തിൽ തന്നെ 10 വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കലാമണ്ഡലത്തിൽ പോലും ഇല്ല. വേറെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലില്ല. അതായത് തിമല, എടയ്ക്ക, മദ്ദളം, കൊമ്പ്, കുഴല്, കളമെഴുത്തുംപാട്ട്, സോപാന സംഗീതം, അഷ്ടപതി. ഒരു ക്ഷേത്ര കലാകാരനറിയേണ്ട മാണി, മരപ്പാണി എന്നുൾപ്പെടെ ഇവിടെ ഇപ്പം തകിലിന് 7 പേർക്കാണ് വേക്കൻസി. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 7 പേര്. അതെന്നുള്ള മാറ്റി 15 പേരായി. പിന്നെ നാസരം 7 പേര്, പഞ്ചവാദ്യം 15 പേര്, അത് 30 പേരായി. ഇപ്പം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു 80 പേർക്ക് PSC റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ജോലി കൊടുത്തു. ഇതിനു മുമ്പ് 2007 വരെ ഉള്ളായിരുന്നു ജോലി സ്ഥിരമായിട്ട് കൊടുത്തത്. ക്ഷേത്ര കലാപീഠത്തിൽ ഫ്രീ ആയിട്ട് പഠനം, ഫ്രീ ആയിട്ട് ആഹാരം, ഫ്രീ ആയിട്ട് പഠനം, താമസം, അതിനുപരി ജോലി. അത് ഈ സാധാരണ മറ്റൊരു സ്ഥാപനവും അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഈ 82 തൊട്ട് ഇങ്ങോട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും പിന്നെ വിദേശത്തുമായിട്ട് ഒരുപാട് കലാകാരന്മാരെ പ്രൊഡക്റ്റ് ചെയ്ത ഒരു സ്ഥാപനമാണ് ശ്രീ ക്ഷേത്ര കലാപീഠം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല എന്ന് കാണുമ്പോഴാണ് അത്ഭുതം. കാരണം ഇത് ഇത്രയും നല്ല കാര്യം, ഇത്രയും യുവാക്ക ജോലി കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി ദേവസ്വം ബോർഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല, എല്ലാവർക്കും ആവശ്യം വിവാദങ്ങളാണല്ലോ. നല്ല കാര്യം കേൾക്കാനൊന്നും ആർക്കും ആവശ്യമില്ലല്ലോ. ഏതായാലും ഈ പറയുന്ന ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? രാവിലെ ഇഡലി, ദോശ, ഉപ്പുമാവ്. പിന്നെ തുച്ഛമായ അല്ല, ഒരു ദിവസം 1600 രൂപയാണ് സ്റ്റൈപ്പൻഡ് ഒരു മാസം. ആ ഒരു മാസത്തെ സ്റ്റൈപ്പൻഡ് വെച്ച് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇതാണ്. ഇത് അധ്വാനമുള്ള ജോലിയാണിത്. തകിലായാലും നാസ്രവായാലും പഞ്ചവാദ്യമായാലും നല്ല ഫുഡ് വേണം. അപ്പം തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല ഫുഡ്. രാവിലെ 6 മണിക്ക് കാപ്പി. ഒരു സ്കൂൾ കലാപീഠം തുടങ്ങുന്നത് വെളുപ്പിനെ 4:30 സാധകത്തോടു കൂടിയാണ്. 4:30 സാധകത്തിൽ കൂടെ മാത്രമേ നമ്മുടെ പഠിച്ച തൊഴിൽ, ഇത് പ്രാക്ടിക്കലാണ്, തിയറി അല്ല. ഒരു സേവയ്ക്ക് ഇങ്ങനെ വായിക്കണം. അപ്പം ഈ പഠിച്ച പാഠങ്ങൾ 4:30 തൊട്ട് 6:30 വരെ സാധകം ചെയ്യും. അത് കഴിഞ്ഞ് 8 മണിയാകുമ്പം രാവിലത്തെ ഫുഡ് ഉപ്പുമാവും പുട്ട്, ദോശ, ഇങ്ങനെ മാറി മാറി. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ചോറും അവിയൽ, തോരന്, രസം, സാമ്പാർ, മോരുകറിയൊക്കെ. വൈകിട്ട് 4 മണിക്ക് കാപ്പി. പിന്നെ തിരിച്ച് വീണ്ടും 8 മണിക്ക് കഞ്ഞിയോ മറ്റേ ബ്രേക്കായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ വന്ന ക്ഷേത്രകലകൾ പഠിച്ച വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളും ക്ഷേത്രകലാപീഠത്തിൽ പഠിച്ച കുഞ്ഞുങ്ങളൊന്നും ക്രിമിനലായിട്ട് പോകത്തില്ല. അവർ വാദ്യം, ഇപ്പം ഈശ്വരൻ്റെ മഹാദേവ ശിവശംഭു, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കീർത്തനങ്ങളും ത്യാഗരാജസ്വാമി, ഈശ്വരർ, ശ്യാമശാസ്ത്രികൾ, ഇവരുടെ ജീവചരിത്രങ്ങളും ഇതെല്ലാം പഠിക്കുകയും
തത്വവും 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 തതത്വവും പണി ബലിദേവകളെ ആവാഹനം ചെയ്ത് പഠിക്കുക. അത് ഉപജീവനത്തിന് വേണ്ടിയാണ്. അത് പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. ആരും ഒരു ക്രിമിനൽ ആയിട്ട് എൻ്റെ അറിവില്ല. അത് തീർച്ചയായിട്ടും ജോലി ഇപ്പോൾ ആറ്റുകാലാണേലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനാണേലും എല്ലായിടത്തും നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കുട്ടികൾ ക്ഷേത്രത്തിൻ്റെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ വിദ്യാർത്ഥികളൊന്നും ഇല്ലാത്തൊരു ദിവസമായി ഇപ്പോൾ എത്തിപ്പോയത് വല്ലാത്തൊരു സങ്കടമായിപ്പോൾ. ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു ദിവസം വിശദമായിട്ട് വരുന്നുണ്ട്. അത് ഇന്നലെ കണ്ട ഒരു ആശ്ചര്യം മാറാത്തത് കൊണ്ടും ദേവസ്വം ബോർഡിന് ഇങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങൾ കൂടി ചെയ്യണമെന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് വേണ്ടിയാണ് ഞാൻ അവിടെ എത്തിയത്. എന്തായാലും ആശാനെ നമുക്കൊണ്ടൊരു എന്തെങ്കിലും വായിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് നമ്മുടെ തകിൽ തുടങ്ങുന്നത് സാധാരണ കല്യാണത്തിന് പരിപാടിക്ക്. ഇനിയും ഈ ദേവൻ്റെ ഈ സേവയെന്ന് പറഞ്ഞാൽ ദേവാസുര യുദ്ധം കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങോട്ട് വരുമ്പം ആ നടയുണ്ട്. പണ്ട് കാലത്ത് മൈക്കില്ലായിരുന്നു തമിഴ്നാടുകളിലും. ഇത് തകിൽ ഉത്ഭവിച്ചത് സിലോണിലാണെന്നാണ് സങ്കല്പം. 64 കലകളിലെ വലുതായ ചെണ്ട പോലും കൊട്ടിയിട്ട് കുംഭകർണൻ എണ്ണിച്ചില്ലെന്നും തീർച്ചയായിട്ടും ഭഗവാനെ വീണ്ടും അഘോര തപസ് ചെയ്തപ്പോൾ തകിൽ എന്ന് പറഞ്ഞ വാദ്യം ഭഗവാൻ കൊടുത്തെന്നാണ് പറയുന്നത്. ആദ്യം ഉടുക്ക്, കടുന്തുടി, അങ്ങനെ ജണ്ടാനാസരം അതെല്ലാം അങ്ങനെ. ഈ തകിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടത്തല ബേസും ഇവിടെ ഹാർഡുമാണ്. പിന്നെ ഞാൻ സേവ പറയാം. അത് കണ്ട നടയാണ്. താക്ക താക്കിട്ട താക്ക താക്കിട്ട താക്ക താക്കിട്ട. ഇതാണ് സേവ. പിന്നെ അത് കഴിഞ്ഞ് നാസറും അദ്ദേഹം ബല്ലാരി പാടും. മല്ലാരി എന്ന് പറയുന്നത് നാസറും തകിലും കൂടെ ചേർന്ന് ചിട്ടപ്പെടുത്തിയതാണ്. സാഹിത്യം രണ്ടുപേരോട് ഒരുമിച്ച് വായിക്കുകയാണ്. തോം തോം തും താ തും താ. എന്നാണ്. അങ്ങനെ ഒരു തേരുമല്ലാരി ഉണ്ട്. തേരുമല്ലാരിഞ്ഞ പിന്നെ രാത്രി വായിക്കുമ്പോൾ ഒരു തേരുമല്ലാരി, അങ്ങനെ 2-3 സീസൺ മല്ലാരികളുണ്ട്. അത് കഴിയുമ്പം കീർത്തനം വായിക്കും. അപ്പോൾ കീർത്തനം വായിക്കുമ്പോൾ നാസറും വിദ്വാൻ രാഗം വായിക്കും. രാഗം വായിക്കുമ്പം ഏത് കീർത്തനം വെച്ചാൽ അതിന് പക്വമായിട്ട് വായിക്കുക. അതാണ് തകിൽക്കാരൻ്റെ, പക്കവാദിക്കാരൻ്റെ ചുമതല. നമ്മൾ പെർക്കഷൻ എന്ന് പറയുമ്പോൾ, പക്കവാദി എന്ന് പറയുമ്പം പക്കവായിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫ്യൂഷൻ പ്രോഗ്രാം. എൻ്റെ ഗുരുനാഥനായ SS കരുണാമൂർത്തി സാർ തകിൽ എന്ന് പറഞ്ഞ ആദ്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത എൻ്റെ ഗുരുനാഥൻ മൂർത്തിയാശൻ, പുള്ളി പക്കവല്ലാതെ തകിലെന്ന വാദ്യവും, അതുപോലെ വിജയകുമാർ ആശാന, ഒരുപാട് പേര്, ഞാൻ ആരുടെയും പേര് ഒത്തിരി പേര് ഇപ്പോൾ പറയുന്നുണ്ട്. ബാലഭാസ്കറും ഒക്കെ ആയിട്ട് ഞാൻ ആ വേദികൾ കണ്ടിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഇതെന്ന് പറയുമ്പം നമ്മുടെ വിദേശികൾക്കായാലും സ്വദേശികൾക്കായാലും വയലിന്, തകില്, നാസരം, ഫ്ലൂട്ട് എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ
സിനിമാ പാട്ടുകളെ ഒക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടി ജനകീയമായി. അതാണ് ഇപ്പോൾ ഫ്യൂഷൻ. അദ്ദേഹം വേറെ എന്തോ തമിഴ്നാട്ടിൽ നിന്ന് തപ്പ്, ശവത്തിന് കൊടുക്കുന്നതാണ് തപ്പ്. ആ ഫെഫ്കാടെ പരിപാടിക്ക് 101 തപ്പ് വെച്ച് തകില് വായിച്ചു. അപ്പോൾ ഈ എന്ത് വാദ്യം വായിച്ചാലും തകിലിന് നാസരത്തിന് എത്ര 10,000 ഇളയരാജ സാറ് പറഞ്ഞിട്ടുണ്ട് റെക്കോർഡിങ്ങിന് ഭയങ്കര മെലഡി ഇത്രയും മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടും തകില് നാസരം വായിക്കുമ്പോൾ ഒരു മൈക്കും വേണ്ട, അല്ല ഒരു റെക്കോർഡിങ്ങും വേണ്ട, കൂട്ടണ്ട കുറയ്ക്കണ്ട. അതായിരിക്കും അത് വലുത്. അത് ഈ വാദ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് കീർത്തനം വായിക്കുമ്പോൾ ഒരു പക്കം ഞാൻ ഇപ്പം മഹാദേവ ശിവ അത് കഴിഞ്ഞിട്ട് തനിയാവർത്തനമൊന്നുണ്ട്. അപ്പോഴാണ് ഈ പക്കവാദ്യക്കാരൻ്റെ കഴിവ് കാണിക്കേണ്ടത്.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ അറിവിൻ്റെ വാതായനങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് മുന്നിലേക്ക് പഠനം, ഭക്ഷണം, താമസം, അതുപോലെ തന്നെ ജോലി തുടങ്ങിയൊരു വലിയ വാതായനം ദേവസ്വം ബോർഡ് തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള വാസനയുള്ള കുട്ടികളൊക്കെ അത് മുതലാക്കുക. നല്ല ജോലിയൊക്കെ ദേവസ്വം ബോർഡിലുണ്ട്. അത് മാത്രമല്ല ഇത്രയും നേരം നമുക്ക് വേണ്ടി നമ്മുടെ മനോജ് ആശാൻ അദ്ദേഹം നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പിന്നെ കറക്റ്റ് പറയുന്നത് അമ്പലത്തിൽ കൊട്ടി പഠിച്ചതാ. മണ്ണാർശാല മനോജ് ആശാൻ നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിസ്മയസിൻ്റെ വക എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിസ്മയസിനുണ്ട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.